സാറേ ടെലിഗ്രാം ഇതിലൊരു ഒപ്പ് വെക്കും സാറേ. എന്താ ജോലിയൊക്കെ കഴിഞ്ഞോ? കഴിഞ്ഞു സാറേ. കഴിച്ചോ? പോയിട്ട് വേണം കഴിക്കാൻ. എന്നാ പെട്ടെന്ന് ചെല്ല്. അളിയാ എന്താടാ? അമ്മയ്ക്ക് സീരിയസ് ആണ്, പെട്ടെന്ന് പുറപ്പെട്ടു. അമ്മയ്ക്ക് എന്ത് പറ്റി? അറിയില്ല അളിയാ. എത്രയായി? 35 രൂപ. ആ വിളക്കെടുത്ത് പൂജാമുറിയിൽ വെക്ക്. ശരി കൊച്ചമ്മേ. അങ്ങോട്ട് മാറ്റി വെക്ക്. ഈ വാഴക്കൊല എവിടെ നിന്നോട് എത്ര തവണ പറയണം, അകത്ത് കൊണ്ടുവയ്ക്ക്. അമ്മേ, കല്യാൺ, നീ വന്നോ മോനെ? അയ്യോ, പൊട്ടിച്ചോ? നിന്നോട് എത്ര തവണ പറഞ്ഞു സൂക്ഷിച്ചെടുത്തോണ്ട് പോണെന്ന്. എടുത്ത് ക്ലീൻ ചെയ്യപ്പോ വേഗാവട്ടെ. ശരി അമ്മേ. അമ്മേ, കല്യാൺ, നിങ്ങൾക്ക് എന്ത് പറ്റി അമ്മേ? എനിക്കെന്താവാനാ? ഒരു കുഴപ്പമില്ല. നോക്ക്, നിങ്ങൾക്ക് സീരിയസ് ആണെന്ന് എനിക്ക് ലെറ്റർ കിട്ടിയിരുന്നല്ലോ. അല്ലാതെ പിന്നെ 2 ദിവസം കഴിഞ്ഞ കല്യാണോ? നീ വീട്ടിലെത്തിയിട്ടില്ല, പിന്നെ സീരിയസ് അല്ല നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞാനോ ടെലിഗ്രാം തരിക? കല്യാണോ? ആർക്ക്? കല്യാണോ ആർക്കാന്നോ? നിന്റെ അപ്പന്. എനിക്ക് മോനെ കല്യാൺ, നീയല്ലേ പെണ്ണിനെ കണ്ടിട്ട് ഒരുപാട് ഇഷ്ടമായെന്ന് പറഞ്ഞ് കത്ത് എഴുതിയത്? ആ പെണ്ണിനെ തന്നെയാ നിനക്ക് നിശ്ചയം ചെയ്തിരിക്കുന്നത്. സന്തോഷായില്ലേ? ഇത് നോക്കി, ഞാൻ ഏത് പെണ്ണിന്റെ ഫോട്ടോ അയച്ചിട്ടില്ല. ഞാൻ ഒരു ലെറ്റർ എഴുതിയിട്ടുമില്ല. എഴുതിയില്ലേ? നിക്ക്, വരാം. ഡാ, നീ അമ്മയ്ക്ക് വല്ല ലെറ്റർ എഴുതിയിരുന്നു? പിന്നെ എന്റെ അമ്മയ്ക്ക് തന്നെ ഞാൻ ലെറ്റർ എഴുതാറില്ല. എന്നിട്ടാണോ നിന്റെ അമ്മയ്ക്ക് എഴുതുന്നേ? ദാ പിടിക്ക്, നീ തന്നെ എഴുതി അയച്ച കത്ത്. പ്രിയപ്പെട്ട അമ്മേ, നിങ്ങൾ അയച്ച ഫോട്ടോസിലുള്ള ഒരു കുട്ടി എനിക്ക് വളരെ ഇഷ്ടമായി. അവരുടെ വീട്ടുകാരോട് സംസാരിച്ച് കല്യാണം ഫിക്സ് ചെയ്തോളൂ. ഡേറ്റ് ഒക്കെ ആലോചിച്ച് വെച്ച് എന്നാണെന്ന് പറഞ്ഞാൽ മതി. ഞാൻ ഉടൻ എത്തിയേക്കാം. നിങ്ങളുടെ സ്നേഹമുള്ള മകൻ കല്യാൺ. അമ്മേ, ഞാൻ പറയുന്ന സത്യ. ഈ ലെറ്റർ ഞാനല്ല എഴുതിയത്. എനിക്ക് ഈ കല്യാണത്തിൽ താല്പര്യമില്ല. താല്പര്യമില്ലെന്നാ? എന്താ താല്പര്യമില്ലാത്ത? അവനല്ലേ ഇഷ്ടമല്ലെന്ന് പറഞ്ഞത്? എന്തിനാ ഇഷ്ടമില്ലാത്തത് അവനോട് പറയാൻ പറ. ഇഷ്ടമല്ലെന്ന് വെച്ചാൽ ഇഷ്ടമല്ല, അത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയാൻ ഈ പെണ്ണിന് എന്താടാ കുറവ്? ഈ പെണ്ണെന്നല്ല, എനിക്ക് ഒരു പെണ്ണിനും കല്യാണം കഴിക്കാൻ ഇഷ്ടമല്ല. അമ്മേ, ഞാൻ ഈ കത്ത് നീ എഴുതിയോ ഇല്ലയോ അതൊന്നും എനിക്കറിയണ്ട. ഞങ്ങൾ വാക്ക് കൊടുത്തു, കാര്യങ്ങൾ തീരുമാനിച്ചു. നാട്ടുകാർക്കെല്ലാം ഇൻവിറ്റേഷൻ കൊടുക്കുകയും ചെയ്തു. ഈ പെണ്ണാണ് നിന്റെ ഭാര്യ. കല്യാണം നടക്കുകയും ചെയ്യും. നമസ്കാരം. നമസ്കാരം സാറേ. നമസ്കാരം. ഈ പാവങ്ങളെ മനസ്സിൽ വെച്ച് ഈ കല്യാണത്തിന് വിളിച്ചതിന് സന്തോഷം സാറേ. അതൊക്കെ ഇരിക്കട്ടെ, പോയി കഴിക്കും. നമസ്കാരം. വരൂ വരൂ. വരൂ. നമസ്കാരം. നമസ്കാരം. അളിയ, നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. നാട്ടിലുള്ള എല്ലാവർക്കും ക്ഷണക്കത്ത് വന്നു, പക്ഷെ ഞങ്ങൾക്ക് മാത്രം കിട്ടിയില്ല. കല്യാണം കൂടാൻ ഒരു ആഗ്രഹം തോന്നി, അതുകൊണ്ട് വന്നു. ഇവിടെ ക്ഷണിക്കാതെ വന്നതിന് ദയവീത് ഞങ്ങളോട് ക്ഷമിക്കണം. പെട്ടെന്ന് തീരുമാനിച്ചത് കൊണ്ട് എല്ലാവരും വിളിക്കാൻ പറ്റിയില്ല. നിങ്ങൾ വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. വരൂ, അകത്തേക്ക് വരൂ. നമസ്കാരം. നമസ്കാരം. ആര് തട്ടുകൊണ്ടുവന്നേ? നന്ദിനി, ഒന്നിങ്ങോട്ട് വാ മോളെ. മുഹൂർത്തം കഴിഞ്ഞ ഉടനെ എല്ലാവർക്കും കൊടുക്കണമല്ലോ, അതുകൊണ്ടാ താമ്പൂല സഞ്ചി എടുത്തു വെക്കുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞ നീ കേൾക്കൂ? പറഞ്ഞോ. ദയവേത് ഇവിടെ നിന്ന് പോയി തരുമോ? നിന്നെ കണ്ടപ്പോ മുതല് അവൻ ഒട്ടും ശരിയല്ല. പേരിന് അവൻ കല്യാണം ചെറുക്കനെ നിൽക്കുക. അവന്റെ മുഖത്ത് ഒട്ടും സന്തോഷമില്ല, പുഞ്ചിരിയില്ല. സംഭവിക്കാൻ പാടില്ലാത്തതെല്ലാം സംഭവിക്കുമെന്ന് എനിക്ക് പേടിയാവുന്നു.
കല്യാണം കഴിഞ്ഞിട്ട് പോയാ പോരെ? താലികെട്ട് കഴിഞ്ഞിട്ട് ഒരു മിനിറ്റ് പോലും ഞാൻ ഇവിടെ നിൽക്കില്ല. താലികെട്ടിൽ അവിടെ നിക്കട്ടെ. നീ ഇവിടെ ഉണ്ടെങ്കിൽ ഒരു തോരണം പോലും അവൻ കിട്ടില്ല. ഈ കല്യാണം നിന്നു പോയാ അതിന്റെ കാരണം നീ ആയിരിക്കും. വേണ്ടമ്മ, ഞാൻ കാരണം ഈ കല്യാണം നിൽക്കരുത്. ഞങ്ങൾ എവിടുന്ന് പോയിക്കോളാം. ഞങ്ങളുടെ വീടിന്റെ വാതിൽക്കലും കോലം ഇടണം. കല്യാണം അങ്ങനെ വന്നിട്ടുണ്ടോ? ആ വന്നല്ലോ. കല്യാണം കഴിഞ്ഞോ? അതിനെ പറ്റി എനിക്ക് അറിഞ്ഞൂടാ. ഇപ്പൊ എവിടെയുള്ള? ദാ വെളിയിലുണ്ട്. അവിടെ എന്താ ഉണ്ടായേ? താലി കെട്ടുന്ന സമയത്ത് നിങ്ങൾ എന്താ ഇവിടെ? കല്യാണം എന്തായി? വേണ്ടെന്ന് പറഞ്ഞു. നാളെ രാവിലെ കല്യാണമാ. ഇപ്പൊ പെണ്ണിനെ എനിക്ക് ഇഷ്ടമല്ല, കല്യാണം വേണ്ടെന്ന് പറയുന്നോടാ. എനിക്ക് നന്ദിനി അല്ലാതെ വേറെ ആരും ഇഷ്ടമല്ല. എടാ, ആ പെണ്ണിനെ മറന്നിട്ട് ഈ പെണ്ണിനെ കല്യാണം കഴിക്കുന്നുണ്ടോ ഇല്ലയോ? പ്രേമിച്ചതിന് ശേഷം നമ്മളെ നമ്മൾ തന്നെ മറക്കുക. പക്ഷെ പ്രേമിച്ച ആളെ എങ്ങനെയാ അമ്മ മറക്കുക? എനിക്ക് ഈ കല്യാണത്തിൽ ഇഷ്ടമല്ലെന്നും പറഞ്ഞ് ഞാൻ തൂങ്ങിച്ചത്തോ അതോ വിഷം കുടിച്ചോ മരിച്ചിരുന്നെങ്കിൽ നെഞ്ചിലടിച്ച് കരയായിരുന്നില്ലേ? പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാതെ എനിക്ക് ഈ കല്യാണത്തിൽ ഇഷ്ടമല്ല, എന്നെ ദയവ് ഇത് വിട്ടേക്കെന്ന് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കില്ല അല്ലേ? പറയൂ. നിങ്ങൾ ഇത് കണ്ടോ? അവസാന നിമിഷത്തില് എത്ര എളുപ്പത്തിലാ ഈ കല്യാണം വേണ്ടെന്ന് പറയുന്നത്. ഈ കല്യാണത്തിന് ഇഷ്ടമില്ലെന്ന് നിങ്ങളുടെ മോൻ ആദ്യമേ പറഞ്ഞിരുന്നല്ലേ? അത് നിങ്ങളാണ് ഞങ്ങളോട് പറയാതിരുന്നത്. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ വീട്ടിൽ വന്ന് സംഭവിച്ചതെല്ലാം തുറന്നു പറഞ്ഞിരുന്നു. എല്ലാവർക്കും ഇൻവിറ്റേഷൻ കൊടുത്തു കഴിഞ്ഞു. ബന്ധുക്കളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് വിവാഹം മുടങ്ങിയാൽ വരുന്നവരോടൊക്കെ എന്ത് ഉത്തരം പറയുന്ന ഒന്നും മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങള് ഉടനെ തന്നെ വേറൊരു ചെക്കനെ കണ്ട് നിശ്ചയം ഉറപ്പിച്ചത്. കല്യാണം ചെറുക്കം മാത്രം മാറിയെന്നേ ഉള്ളൂ. പക്ഷെ കല്യാണം നമ്മൾ വിചാരിച്ചതുപോലെ ഭംഗിയായി നടക്കും. ഞങ്ങളുടെ മകള് സന്തോഷമായിട്ട് ഈ കല്യാണം സ്വീകരിച്ചു. കൊടുത്ത സ്ത്രീധനം കുറഞ്ഞു പോയെന്ന് പറഞ്ഞ് മണ്ഡപത്തൊന്നും ഇറങ്ങി പോകുന്നവരെക്കാൾ നിങ്ങളുടെ മകൻ റിയലി ഗ്രേറ്റ് ആണ്. ആഹാ, ഇത്ര ദിവസം എപ്പോഴാണ് കല്യാണം ചോദിച്ചോണ്ടിരുന്നതല്ലേ? ഇപ്പൊ അതിനുള്ള സമയമായി. ഹാ, കല്യാണം നാളെ രാവിലെയാടാ. ഏയ് അല്ല, എല്ലാം പെട്ടെന്ന് ഫിക്സ് ആയതാ. നീ രാവിലെ തന്നെ എത്തണം കേട്ടോ. അളിയ, ചെറുപ്പം തൊട്ട് നമ്മൾ ഒരുമിച്ച വളർന്നത്, ഒരുമിച്ച കഴിച്ചത്, ഒരുമിച്ച കളിച്ചത്. നിന്റെ പ്രണയത്തിന് വേണ്ടി എനിക്കിത് മാത്രമേ അളിയ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളുടെ അച്ഛനമ്മയ്ക്ക് ഈ കല്യാണത്തില് എന്തുമാത്രം പ്രതീക്ഷയുണ്ടായിരുന്നു. അവരെങ്ങനെ വേദനിപ്പിച്ചു കളഞ്ഞല്ലോ. എന്തിനെങ്ങനെ ചെയ്ത്? പ്രണയത്തിന് വേണ്ടി. പ്രണയം എന്ന് പറയുന്നത് ചുമരിലടിക്കുന്ന പെയിന്റ് അല്ല. ആവശ്യം വരുമ്പോഴൊക്കെ കളർ മാറ്റിയടിക്കാൻ. ദിവസം സൂര്യൻ ഉദിക്കും, മറഞ്ഞു പോവും. പക്ഷെ പ്രണയം അങ്ങനെയല്ല. ഒരു തവണ വന്നാ പിന്നെ ജീവിതകാലം മുഴുവനുണ്ടാവും. നിങ്ങളോട് പറയണ്ടല്ലോ. നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് ട്രെയിന് കിട്ടിയില്ലെങ്കിൽ ബസ് പിടിച്ചു പോവും. ബസ്സും കിട്ടിയില്ലെങ്കിൽ ടാക്സി പിടിച്ചു പോവും. പക്ഷെ ഒന്നും കിട്ടിയില്ലെന്ന് പോകേണ്ട സ്ഥലം വിട്ടിട്ട് വേറെ എവിടേക്കെങ്കിലും പോവൂ. പ്രണയം അങ്ങനെ തന്നെയാ നന്ദിനി. നമ്മൾ സ്നേഹിച്ച ആളെ കിട്ടിയില്ലെന്നും പറഞ്ഞ് വേറൊരാളെ പ്രേമിച്ച് ജീവിക്കാൻ പറ്റില്ല. നിങ്ങൾ കിട്ടുന്ന സന്തോഷം വേണ്ടെന്ന് വെച്ച് ഇല്ലാത്ത സന്തോഷത്തെ ഇരുട്ടിൽ തേടിക്കൊണ്ടിരിക്കുക. കളഞ്ഞുപോയ സാധനം കളഞ്ഞുപോയ സ്ഥലത്ത് വെച്ച് തരയാതെ
വെളിച്ചമുണ്ടെന്ന് പറഞ്ഞ് വേറെ സ്ഥലത്ത് തിരയാൻ പറ്റില്ലല്ലോ. എന്ന് വെച്ചാ ജീവിതകാലം മുഴുവൻ ഒറ്റയ്ക്ക് ജീവിക്കുന്നാണോ? ഞാൻ എന്തിനാ ഒറ്റയ്ക്ക് ജീവിക്കാൻ പോന്നെ? ഞാൻ പ്രേമിക്കുന്ന പെണ്ണ് എന്റെ മുന്നിൽ തന്നെ ഉണ്ടാവുമല്ലോ. അവളെ കണ്ടുകൊണ്ട് ജീവിതകാലം മുഴുവൻ ജീവിക്കും ഞാൻ. കണ്ടുകൊണ്ട് ജീവിക്കുന്നു, അത് ആലോചിച്ച് ജീവിക്കുന്നു പറയുന്നത് വെറും ഒരു മണ്ടത്തരം മാത്രമാണെന്ന് ഞാൻ പറയൂ. അത് ജീവിതത്തിലും സാധിക്കുന്ന കാര്യം തന്നെ. അതിനൊരു ഉദാഹരണം എന്റെ മുമ്പിൽ തന്നെ ഉണ്ടല്ലോ. ഈ ലോകത്ത് തന്നെ ഇല്ലാത്ത ഒരാളെ മനസ്സിൽ വെച്ച് നിങ്ങൾ ജീവിക്കുമ്പോ എന്റെ മുമ്പിൽ തന്നെ ഉള്ള നിങ്ങളെ കണ്ടുകൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ലേ? ഒരു പെണ്ണിന്റെ പ്രണയം കാമുകൻ മരിച്ചതിന് ശേഷവും ഉണ്ടാവും. പക്ഷെ ഒരു പുരുഷന്റെ പ്രേമം കാമുകി മരിച്ചതിന് ശേഷം ഇല്ലാതെയാവൂ എന്നല്ലേ നന്ദിനി നിങ്ങൾ പറയാൻ വരുന്നത്? ജനിച്ച കുട്ടിക്ക് വല്ല കുറവുണ്ടെന്ന് പറഞ്ഞ് താൻ ജീവൻ നൽകിയ കുട്ടിയെ ഒരു അമ്മയും വലിച്ചെറിയില്ല. ജീവന് തുല്യം വെച്ച് നോക്കും. എന്റെ പ്രണയം അങ്ങനെ തന്നെയാ. കാണാൻ പറ്റും, ഒരുമിക്കാൻ പറ്റില്ല. സുഹൃത്തുക്കളായി കഴിയാം, ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ടൊന്നും എനിക്ക് എന്റെ പ്രണയത്തെ വലിച്ചെറിയാൻ പറ്റില്ല. ആണുങ്ങൾക്ക് മനസ്സുണ്ട്. അതല്ല, ഞാൻ കല്യാണം കഴിച്ചാൽ എന്താ, കഴിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ? നിങ്ങൾക്ക് ഒട്ടും ബന്ധമില്ലാത്ത കാര്യത്തെ ഓർത്ത് നിങ്ങൾ എന്തിനാ വിഷമിക്കുന്നേ? ഞാനും നിങ്ങൾ തമ്മിൽ എന്താ ബന്ധം? ഈ കണ്ണൊഴിച്ച് നിങ്ങൾക്ക് ഈ കണ്ണുകളെന്ന് വെച്ചാൽ ജീവനല്ലേ? അതുപോലെ ഈ കണ്ണുകൾക്ക് നിങ്ങളെന്ന് വെച്ചാൽ ജീവനാ. നിങ്ങൾ സ്നേഹിക്കുന്ന ഈ കണ്ണ്, നിങ്ങളെ സ്നേഹിക്കുന്ന ഈ കണ്ണ് മറ്റൊരാളെ കാണും, മറ്റൊരാളെ സ്നേഹിക്കുമെന്ന് നിങ്ങൾക്ക് എങ്ങനെ തോന്നി? നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത അദ്ദേഹത്തിന് നിങ്ങൾ സംസാരിക്കുന്ന പോലും കേൾക്കാൻ പറ്റാത്ത ആൾക്ക് ലക്ഷം തവണ ഐ ലവ് യു എന്ന് നിങ്ങൾ പറയുമ്പോ, ഞാൻ സ്നേഹിക്കുന്ന പെണ്ണ് എന്റെ കൺമുമ്പിൽ നിൽക്കുമ്പോ ഞാൻ എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ എന്നെ സ്നേഹിക്കണ്ട, എന്നെ കുറിച്ച് ആലോചിക്കുക പോലും വേണ്ട. നടന്നു പോകുമ്പോ തല താഴ്ത്തി നടക്കുന്ന നിങ്ങള് ഈ കണ്ണുകൾ കാണാൻ വേണ്ടിയെങ്കിലും നിവരില്ലേ? എനിക്കത് മതി. ആ ഒരൊറ്റ നോട്ടം, അത് കണ്ടുകൊണ്ട് എന്റെ ജീവിതം നയിച്ചോളാം. എല്ലാരും പ്രേമത്തിന് കണ്ണില്ലെന്നല്ല പറയാറ്, പക്ഷെ എന്റെ പ്രേമത്തിനുണ്ട്. കണ്ണുകൾ മാത്രമേ ഉള്ളൂ. ഒരു മിനിറ്റ്. അല്ല, നിങ്ങൾ എന്തിനാ ഈ കരയുന്നേ? നിങ്ങളൊന്നും കൊണ്ട് വിഷമിക്കണ്ട. നിങ്ങൾ സ്നേഹിക്കുന്ന ഈ കണ്ണിനെ എന്റെ ജീവന് തുല്യം ഞാൻ നോക്കിക്കോളാം. അത് കണ്ടുകൊണ്ട് നിങ്ങൾ സന്തോഷമായിട്ടിരിക്കെ. നിങ്ങളുടെ സന്തോഷം കണ്ട് ഞാനും സന്തോഷിച്ചോളാം. ഇങ്ങനെ സന്തോഷത്തോടെ നമുക്ക് രണ്ടുപേർക്കും ജീവിക്കാം. ഓക്കെ? ഹലോ, നിങ്ങളുടെ കൈ കൊണ്ട് കോഫി കുടിച്ചിട്ട് എത്ര ദിവസമായി? 1 കപ്പ് ഫിൽറ്റർ കോഫി പ്ലീസ്.